ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിവിടെ പിന്നെ ഒരു കരിവേപ്പിലക്ക് ഒരു ഇപ്പോൾ ചപ്പെല്ലാം കറുപ്പ് വരുന്നു പുഴു മറ്റുള്ള എല്ലാവരും കൂടിയുള്ള ഒരു നല്ലൊരു അടിപൊളി മരുന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് പ്രയോഗിച്ചാൽ എല്ലാം നല്ല ശരിക്ക് ഫലവത്തായ ഇതാണ്. 1 ലിറ്റർ കഞ്ഞീൻ്റെ വെള്ളം കണ്ടില്ലേ, ഇതാണ് 1 ലിറ്റർ കഞ്ഞീൻ്റെ വെള്ളം. ഇത് 1 ലിറ്റർ കഞ്ഞീൻ്റെ വെള്ളം അതാ. കഞ്ഞീൻ്റെ വെള്ളം കട്ടി കുറഞ്ഞാൽ നേർമയുള്ള വെള്ളമാണ്. അതാണ് 1 ലിറ്റർ കഞ്ഞീൻ്റെ വെള്ളം എടുത്തിന് കേട്ടോ. നേർമയാണ്. കട്ടിയുണ്ടെങ്കിൽ അതിൽ നമ്മൾ വെള്ളം ചേർക്കണം. കട്ടിയില്ല, അതുകൊണ്ട് പിന്നെ കട്ടിയിൽ ആക്കിയില്ല. ഇതിൽ കുറച്ച് ഒരു 25 മില്ലി, ഒരു 25 മില്ലിയാണ്. ഇപ്പം ഇത് 50 മില്ലിൻ്റെയാണ്. 25 മില്ലിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഒരു 25 മില്ലിയാണ് ഇപ്പോൾ ഞാൻ സിർക്ക എടുത്തിട്ടുള്ളത് 1 ലിറ്റർ വെള്ളത്തിന് കേട്ടോ. ഇതും കൂടി അടിച്ചിട്ട് അത് ആ കരിവേപ്പിലൊക്കെ അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ കരിവേപ്പില അതിൻ്റെ ചപ്പ് തേച്ച് ഇല തേച്ച് ഒരു കറുപ്പ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ആക്കുന്നത്. കറുപ്പും ഉണ്ട്, പുഴു വരില്ല, എല്ലാം നല്ല ശരിക്കുള്ള ഫ്രഷായിട്ടുള്ള ഇല വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണിക്കാം. ഞാനത് കണ്ടില്ലേ, ഇതാ കരിവേപ്പില. ഇത് കണ്ട ഇതെല്ലാം ഇങ്ങനെ ഇതിലിങ്ങനെ ചപ്പിന് ഒരു ഉണക്കം വരുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇത് അടിക്കാൻ വേണ്ടി പോകുന്നത്. എന്താ ഇതേപോലെ അടിച്ചു കൊടുക്കണം. ഉണ്ടല്ലേ, മുകളിലോട്ട് കാണുന്നതാണ് കരിവേപ്പില. കണ്ടില്ലേ, ഇതാണ് കരിവേപ്പില. കണ്ട, ഇതാണ് ഉണ്ടല്ലേ. ഇതെല്ലാം തേച്ചിട്ട് ഞാനിങ്ങനെ കൊത്തിക്കളഞ്ഞതാണ്. കുറേ ഇങ്ങനെ ഉണ്ടോ. ഇതെല്ലാം ഇങ്ങനെ നല്ലോണം നമ്മൾ സ്പ്രേ ചെയ്ത് അടിയിൽ മേലെയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ആ കറുപ്പും ചപ്പലിലൊരു കറുപ്പ് വന്നു അടിയിലോട്ട്. അതാണ് ഞാനിപ്പോൾ ഇത് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ മേലെ വന്നേരൊന്നും ചെയ്യാൻ കഴിയില്ല. കറുപ്പ് വന്നത് നമ്മൾ അടിയിൽ വന്നതിന് മേലെ തിരി വരുന്നത് നല്ല തിരിയായിട്ട് വരും. അത് പൊട്ടിക്കാണ്ട് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ മൂത്ത് പോയിട്ടാണ് ഒരുപാട് പൊട്ടിക്കാണ്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതായിട്ട് വരും. എന്നിട്ടിപ്പോൾ നല്ലപോലെ അടിച്ചു വെക്കണം. നല്ല പൊട്ടിക്കേണ്ടതാണ്. പൊട്ടിക്കാൻ ആളില്ല, വേണ്ടാതുകൊണ്ട് പൊട്ടിച്ചിട്ടില്ല. അതാണ് ഒരുപാട് കരിവേപ്പില ഉള്ളതുകൊണ്ട് പൊട്ടിക്കാൻ ആളില്ല. ഇപ്പം ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാ, ഇതേപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല അപ്പോൾ കുറേ പിടിച്ചിട്ട് അടിച്ചു കൊടുക്കണം. എന്നാൽ ഇത് നല്ല കാട് പോലെ വളരും. അതിന് വേണ്ടിയിട്ടാണ് ആ കറുപ്പ് ചപ്പും വന്നു. ഇനിയിപ്പോൾ ആടെയുണ്ട് ഒരു ചെറിയൊരു ഇതുണ്ട്. അതൊന്ന് അടിച്ചു കൊടുക്കട്ടെ, നമുക്ക് കാണിച്ചു തരാമല്ലോ. ഇതാണ് കരിവേപ്പില. കണ്ടില്ല, ഇത് അടിയിൽ മേലെ എല്ലാം നല്ല കരിവേപ്പില. കണ്ട, ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ആദ്യം വേറൊരു മരുന്നുണ്ട്, അതും കൂടി അടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ഉച്ചാറോടെ വന്ന് എല്ലാം ആവില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ അടിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വേറൊരു മരുന്നും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി അടിച്ചു കൊടുത്താൽ നമ്മുടെ കരിവേപ്പില സൂപ്പറായിട്ട് വരും. കാട് പിടിച്ച പോലെ വരും. നമുക്കത് കാട് പിടിച്ച പോലെ വളരും. നല്ല ഇലയും നല്ല വൃത്തിയുള്ള ഇലയെല്ലാം കിട്ടും കേട്ടോ. ഇതാണ് ഇതിങ്ങനെ അപ്പോൾ കുറേ അടിച്ചു കൊടുക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം.
ചപ്പിനെല്ലാം കേട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ചപ്പിനെല്ലാം കേട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഉണങ്ങി ചപ്പിനൊരു ഉണക്കം കരിച്ചൽ. അതുകൊണ്ടാണ് ആ കരിച്ചലിലൂടെ ഞാനിപ്പോൾ ഇത് മരുന്ന് മാറ്റി. ഈ കരിച്ചലൊന്ന് മാറിക്കോട്ടെ. ഇത് കരിച്ചലിന് എല്ലാം നല്ലതാണ്. പുഴു എല്ലാം പോകണം. ഈ ചപ്പ് കരിച്ചലാവും. ഇതും കൂടി ഇങ്ങനെ ഇതാവുള്ളൂ. ഇത് മറ്റേ തന്നെ അടിക്കേണ്ടി വരുമെന്ന് പറയുന്നില്ല. നോക്കാം. ചെറിയത് ഒരുപാട് കുറ്റിയുണ്ട്. അതല്ല, ഒരുപാട് ഉണ്ടായി, ഇഷ്ടംപോലെ കൈ ഉണ്ടായി. എല്ലാ കൈയ്യത്തിൽ എന്തായാലും നശിക്കില്ല. മറ്റേ ഇല്ലെങ്കിൽ അങ്ങനെ വരുന്നുണ്ടല്ലോ, ചെറിയ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ നല്ല അടിപൊളിയാണ്. ഇത് ഒഴിക്കുമ്പം ഇത് ഒഴിക്കുമ്പോൾ കൂടുതലായിപ്പോലെ കുറഞ്ഞു പോയാൽ സാരില്ല. ഇത് വിനാഗിരി ഒഴിക്കുമ്പോൾ കുറഞ്ഞു പോടും കേട്ടോ. അല്ല, കൂടിപ്പോയാൽ കഴിഞ്ഞു പോകും. അത് കുറഞ്ഞു പോകും. കുറേ ലേശം കുറഞ്ഞാലും സാരമില്ല. എന്നാലും നമ്മൾ ഇത് അടിച്ചു കൊടുക്കുക. ഇതല്ലേ, ഇതാണ് നമ്മൾ പിന്നെ കരിവേപ്പിലക്കുള്ള പണിയായിരിക്കും. ഉണ്ടല്ലേ, ഞാനിപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് കണ്ടുവല്ലോ. നിങ്ങൾക്ക് എല്ലാം കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടുവാ? ഇത് നിങ്ങൾ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ വേറെ ഒരു മരുന്നും കൂടി അടിച്ചു കൊടുക്കണം. എന്നാൽ നല്ല അടിപൊളിയായിട്ട് വളർന്നോളും. നല്ല കരിവേപ്പിലായിട്ട് കിട്ടും. ഈ കാട് പോലെ വളരും. അതുകൊണ്ടിപ്പോൾ ഇതിന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഹൈപ്പ് ആഴ്ചക്ക് 3 എണ്ണേ ഒരാൾക്ക് അടിക്കാൻ പറ്റുള്ളൂ. അത് ലോങ് വീഡിയോന് മാത്രമേ അടിക്കാൻ കഴിയുള്ളൂ. അത് മാത്രമല്ല, മോട്ടിവേഷനായ ചാനലിന് മാത്രമേ അത് അടിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടാൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനാവുള്ളൂ. ഇല്ലെങ്കിൽ എനിക്കാവില്ല. അതുകൊണ്ട് നിങ്ങളോട് നന്ദി, നമസ്കാരം. ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.